നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 2ാമത്തെ യൂണിറ്റ് ഉള്ളിലാണെപ്പോഴും ഉന്മതാൻ എന്ന പോൽ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി എടുത്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുക. PN ഗോപികൃഷ്ണൻ രചിച്ച അന്നന്നത്തെ മോക്ഷം എന്ന കവിതയാണ് 2ാമത്തെ പാഠം. ഇനി നമുക്ക് എഴുത്തുകാരനെ പരിചയപ്പെടാം. PN ഗോപികൃഷ്ണൻ 1968 കൊടുങ്ങല്ലൂരിനടുത്ത് ശ്രീനാരായണപുരത്ത് ജനിച്ചു. മലയാളത്തിലെ ഉത്തരാധുനിക കവികളിലൊരാൾ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ മടിയരുടെ മാനിഫെസ്റ്റോ, ഇടിക്കാലൂരി പനമ്പട്ടടി. ഈ കവിതാ സമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ സ്ത്രീ ഏറ്റവും അവസാനത്തെ സ്ത്രീയോട് പറയുന്നത്. ഈ കൃതിക്ക് മുല്ലനേഴി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ബിരിയാണിയും മറ്റ് കവിതകളും. പ്രളയവാരിധി നടുവിൽ നാം കവിത മാംസഭോജിയാണ്. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ കൃതിക്ക്. ഒരു വ്യവസ്ഥയും ആത്മഹത്യ ചെയ്യുന്നില്ല. അദ്ദേഹം രചിച്ച ലേഖന സമാഹാരങ്ങൾ ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ, ഗുരുവും ആശാനും പിൻഗാമികളും. PN ഗോപികൃഷ്ണൻ രചിച്ച ഇടിക്കാലൂരി പനമ്പട്ടടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നാണ് അന്നന്നത്തെ മോക്ഷം എന്ന കവിത എടുത്തിരിക്കുന്നത്. കവിത തുടങ്ങുന്നതിന് മുമ്പായി കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം കൂടി മനസ്സിലാക്കാം. മായക്കാഴ്ചകളും കടന്ന് ഇമോജി മുഖം നോക്കുന്നു. ഭാഷ എന്തിനാണ് എന്ന് ചോദിച്ചാൽ ആശയവിനിമയത്തിനാണ് എന്നാണ് നമുക്കുള്ള മറുപടി. എന്നാൽ നവമാധ്യമങ്ങളിൽ ആശയവിനിമയത്തിനായി ഇന്ന് ഭാഷയുടെയോ വാക്കുകളുടെയോ അക്ഷരങ്ങളുടെയോ പോലും ആവശ്യമില്ല. ഒരു ഇമോജി കൊണ്ട് തന്നെ ആശയം വിനിമയം ചെയ്യപ്പെടുന്നു എന്ന്. അന്നന്നത്തെ മോക്ഷം എന്ന കവിത സമകാലിക കേരളീയ സമൂഹത്തിൻ്റെ സവിശേഷമായ മുഖമാണ് അവതരിപ്പിക്കുന്നത്. മൊബൈലിൽ വന്ന ഒരു തമാശ കവിതയിലെ ആഖ്യാതാവിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നും അതേക്കുറിച്ച് അയാളുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നുമാണ് ഈ കവിതയിൽ പറയുന്നത്. ഇനി നമുക്ക് കവിത വായിക്കാം. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. കൃഷ്ണമണി ഒന്നുകൂടി തിളങ്ങിയ പോലെ, കാലിൽ ചെരുപ്പ് ഇക്കിളിയിടും പോലെ. നവമാധ്യമങ്ങളുടെ കടന്നുവരവ് ലോകത്തെല്ലായിടത്തും മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എന്നിടത്താണ് ഈ കവിത ആരംഭിക്കുന്നത്. തനിക്ക് കിട്ടിയ തമാശ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വലം കൈയിലെ ഒരു വിരൽ മുളച്ചതായി തോന്നി എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. അത് എത്രയും വേഗം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ ആ ത്വര ഉള്ളത്. ഒരു വിരൽ കൂടി മുളച്ചു എന്നത് ആ ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ സൂചനയാണ്. വിവരങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് കവിതയിലെ സാഹചര്യം. താൻ അയച്ചിരിക്കുന്ന ആശയം അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്തിരിക്കുന്ന ആ മെസ്സേജ് അല്ലെങ്കിൽ തമാശ മറ്റുള്ളവർ ആസ്വദിക്കുന്നു എന്നറിയുമ്പോൾ ലഭിക്കുന്ന ആനന്ദം ചെറുതല്ല. കൃഷ്ണമണി കൂടുതൽ തിളങ്ങി എന്ന സൂചനയാണ് കവിതയിലെ മറ്റൊരു പരാമർശം. അതുപോലെ കാലിലെ ചെരുപ്പ് ഇക്കിളിയിടുന്നതായി തോന്നി എന്നും പറയുന്നു. കവിതയിലെ ആഖ്യാതാവിന് ഒരു തമാശ പകർന്നു നൽകുന്ന അനുഭൂതിയാണ് ഇവിടെ വിവരിക്കുന്നത്. ഈ തമാശ മൊബൈലിൽ എത്തപ്പെടുന്നതിന് മുമ്പുള്ള വ്യക്തിയല്ല, ഈ തമാശ കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള വ്യക്തി. അതായത് നവമാധ്യമങ്ങളിലെ എന്തും ഇന്ന് അന്നമായി മാറുന്നു, വാർത്തയായി മാറുന്നു. വ്യക്തിയെയും വ്യക്തിത്വത്തെയും മാറ്റി തീർക്കാൻ ഇത്തരം വ്യവഹാര സന്ദർഭങ്ങൾക്ക് കഴിയുന്നു എന്നർത്ഥം. തുടർന്ന് വായിക്കാം. എൻ്റെ മനസ്സിൻ്റെ ഖജനാവിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ തമാശ വളിക്കും പുളിക്കും ചീയും. അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. നമ്മളെപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു തമാശ ഒരിക്കലും നമ്മൾ നമ്മുടേതായിട്ട് മാത്രമായി വയ്ക്കാറില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്,
നമുക്കിഷ്ടമുള്ളവരുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യാനാണ് താല്പര്യപ്പെടുക. ഇനി അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ആ മെസ്സേജ് കണ്ടത് എന്നും നോക്കാൻ നമുക്ക് അതിയായ താല്പര്യമുണ്ടാകും. അതാണ് നമുക്കുള്ള ആനന്ദം. ഞാൻ അയച്ച ഒരു മെസ്സേജ് മറ്റുള്ളവർ വായിച്ചു, അത് അംഗീകരിച്ചു, അതിലവർക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ അറിയുമ്പോഴുള്ള ആനന്ദം, അതൊക്കെ ഈ നവമാധ്യമങ്ങളിലുള്ള പ്രത്യേകതയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ തമാശ തൻ്റെ പക്കൽ തന്നെ വെക്കാതെ അത് 150 പേർക്ക് വിതരണം ചെയ്തു എന്നാണ് ഇവിടെ ആഖ്യാതാവ് പറയുന്നത്. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യതാരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടി എന്ന പ്രസ്താവന യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു സന്ദർഭത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തമാശ മാത്രമല്ല, നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന എന്തും അന്നമായി മാറുന്നു. പുതിയ വ്യവഹാര സന്ദർഭങ്ങളെ ഈ പരാമർശം സൂചിപ്പിക്കുന്നുണ്ട്. റീലുകളും ട്രോളുകളും നിറയുന്ന നവമാധ്യമ ലോകം ഒരുക്കുന്ന പുതിയ ജീവിത സന്ദർഭങ്ങളെയാണ് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അയക്കപ്പെടുന്ന സന്ദേശങ്ങളോ അല്ലെങ്കിൽ തമാശകളിലോ ഉള്ള ഉള്ളടക്കത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ ആർക്ക് വേണമെങ്കിലും ഇന്ന് നവമാധ്യമങ്ങളിൽ സ്രഷ്ടാക്കളാകാം എന്നാണ്. അങ്ങനെ സ്രഷ്ടാക്കളാകുന്നവർ പിന്നീട് സിനിമകളിലെ ഹാസ്യതാരത്തെ പോലെ പ്രസിദ്ധരായി തീരാം. അങ്ങനെ അവർക്ക് നവമാധ്യമങ്ങളിൽ അവരുടേതായ ഒരു ഇടം കണ്ടെത്താനും സാധിക്കും. വിനിമയത്തിൻ്റെയും വ്യവഹാരത്തിൻ്റെയും പരസ്പര പ്രവർത്തനത്തിൻ്റെയും വിപുലമായ വളരെ വിശാലമായൊരു ലോകമാണ് ഇന്ന് നവമാധ്യമങ്ങൾ തുറന്നു തരുന്നത്. 2 തലത്തിൽ നാം അത് സ്വീകരിക്കപ്പെടാവുന്നതാണ്. ഒരർത്ഥത്തിൽ മനുഷ്യരെ പുതിയൊരു വിമോചന മാർഗത്തിലേക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് അത് നയിക്കുന്നു. മറ്റൊന്ന് വികാരവിചാരങ്ങളെ കെട്ടഴിച്ചു വിടാനുള്ള ഒരു മാർഗമായി ഇന്ന് നവമാധ്യമങ്ങൾ രൂപപ്പെടുന്നു എന്നാണ്. ഇങ്ങനെ 2 തരത്തിൽ നമുക്കതിനെ വിലയിരുത്താം. അതായത് ഒരു വ്യക്തിക്ക് വലിയ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും അത് നൽകുന്നു. ജനാധിപത്യത്തിൻ്റെ വലിയൊരു ഇടമായി അത് മാറാനും സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാലാകാലങ്ങളായി സമൂഹത്തിൻ്റെ പൊതുഘടനയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ജനത അവരുടെ സ്വത്വാവിഷ്കാരത്തിനുള്ള വഴിയായി മാധ്യമങ്ങളെ, ഇത്തരം നവമാധ്യമങ്ങളെ കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തെ ആഘോഷവും ഉത്സവവുമാക്കുന്നതിൽ നവമാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ജീവിതത്തെ ലാഘവത്തോടെ നോക്കിക്കാണാനുള്ള മാനസികാവസ്ഥയും ഇത്തരം നവമാധ്യമങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. നവസാങ്കേതിക വിദ്യയും ഉത്തരാധുനിക ജീവിത സാഹചര്യങ്ങളും രൂപപ്പെടുത്തിയ വർത്തമാനകാല മനുഷ്യജീവിതത്തെ ഐറണിയുടെ ആവിഷ്കാരതന്ത്രം ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന കവിതയായി അന്നന്നത്തെ മോക്ഷത്തെ നമുക്ക് കാണാനാകും. ഇത്രയുമാണ് കവിതയുടെ ആശയം. ഇനി നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: മൊബൈലിൽ വന്ന ഒരു തമാശ വായിച്ച് എനിക്ക് വലം കൈയിൽ ഒരു വിരൽ കൂടി മുളച്ചതായി തോന്നി. വരികൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. മൊബൈലിൽ വന്ന ഒരു തമാശ ആഖ്യാതാവിനെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഈ കവിത. നവമാധ്യമങ്ങൾക്ക് സാമൂഹ്യ ജീവിതത്തിലുള്ള സ്വാധീനം ഈ വരികളിൽ വ്യക്തമാണ്. തനിക്ക് കിട്ടിയ തമാശ മനസ്സിൻ്റെ ഖജനാവിൽ പൂട്ടിവെക്കാൻ ആഖ്യാതാവ് തയ്യാറല്ല. വിവരങ്ങൾ കൈമാറ്റം ചെയ്യുക എന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ താല്പര്യങ്ങളിലൊന്നാണ്. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാണ് കവിതയിലെ സാഹചര്യം. മൊബൈലിൽ ലഭിക്കുന്ന മെസ്സേജുകൾ, തമാശകൾ വളരെ വേഗത്തിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനുള്ള വ്യഗ്രത ഒരു വിരൽ കൂടി മുളച്ചു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നു. താൻ അയച്ച തമാശ മറ്റുള്ളവർ ആസ്വദിക്കുന്നു എന്നറിയുമ്പോൾ ലഭിക്കുന്ന ആനന്ദം ചെറുതല്ല. അടുത്ത ചോദ്യം: ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല, 150 വായനക്കാരുടെ കർത്താവാണ്, 150 സിനിമകളിലെ ഹാസ്യതാരമാണ്, 150 ലോകങ്ങളുടെ ഉടമയാണ്. ഈ കാവ്യഭാഗം പങ്കുവയ്ക്കുന്ന അനുഭവ ലോകത്തിൻ്റെ സവിശേഷതകൾ ചർച്ച ചെയ്യുക. ഒരു തമാശ കൊണ്ട് 150 പേരെ ഊട്ടി എന്ന പ്രസ്താവന ക്രിസ്തുവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുന്നു. നവമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുന്ന എന്തും
അന്നമായി മാറുന്നു. റീലുകളും ട്രോളുകളും നിറയുന്ന നവമാധ്യമ ലോകം ഒരുക്കുന്ന പുതിയ ജീവിത സന്ദർഭങ്ങളെയാണ് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത്. നവമാധ്യമങ്ങളിൽ മുഴുകുന്നതോടെ ആർക്കും ഉടമസ്ഥതയെക്കുറിച്ച് വേവലാതിയില്ലാതെ സ്രഷ്ടാക്കളാവാൻ സാധിക്കുന്നു. അതോടെ ആ വ്യക്തി താരമായി മാറുന്നു. ഇതിൻ്റെ ആവിർഭാവത്തോടെ വിവരങ്ങളുടെയും വിഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും നിയന്ത്രണം എല്ലാവർക്കും സാധ്യമാകുന്നു. ഇന്നലെ, നാളെ എന്നിവയെക്കുറിച്ച് ചിന്തയില്ലാതെ നൈമിഷികമായ ആനന്ദം പ്രദാനം ചെയ്ത് അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളിൽ അഭിരമിച്ച് സംതൃപ്തി കണ്ടെത്തുന്ന പുതുലോകം സൃഷ്ടിക്കപ്പെടുന്നു. മൂന്നാമത്തെ ചോദ്യം, അന്നന്നത്തെ മോക്ഷം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വിശദമാക്കുക. അന്നന്നത്തെ മോക്ഷം എന്ന കവിത സമകാലിക കേരളീയ സമൂഹത്തിൻ്റെ സവിശേഷമായ മുഖം അവതരിപ്പിക്കുന്നു. മോക്ഷം എന്ന പദത്തിൻ്റെ അർത്ഥം മോചനം എന്നാണ്. മറ്റൊരർത്ഥത്തിൽ ജനന മരണ ചക്രത്തിൽ നിന്ന് ആത്മാവിൻ്റെ മോചനമാണ്, ശാശ്വതമായ ആനന്ദമാണ്. അന്നന്നത്തെ എന്ന വിശേഷണം ചേർന്നതോടെ മോക്ഷം എന്ന പദത്തിന് അതിൻ്റെ സാമ്പ്രദായിക അർത്ഥത്തിൽ നിന്ന് പരിണാമം സിദ്ധിക്കുന്നു. ജീവിതത്തിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള ബോധത്തെ തകിടം മറിക്കുന്ന ജീവിത വീക്ഷണമാണ് ഇന്ന് രൂപപ്പെട്ടു വരുന്നത്. ഓരോ ദിവസത്തെയും ജീവിതം ഓരോ മട്ടിൽ തിരിച്ചറിയുകയും അതിൻ്റെ രസനീയതയിൽ മുഴുകുകയും ചെയ്യുന്ന ആഘോഷ സ്വഭാവമുള്ള വർത്തമാനകാല ജീവിതത്തെയാണ് കവിതയുടെ തലക്കെട്ട് പ്രതിനിധാനം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നവമാധ്യമങ്ങളുടെ സാമൂഹിക ഇടപെടലുകൾ ഇന്ന് വളരെ സജീവമാണ്. ചില സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു. കൂടുതൽ കണ്ടെത്തി നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾ ഇവയൊക്കെയാണ്: വിവരവിനിമയം, സംരംഭകത്വം, ദുരന്ത നിവാരണ കൂട്ടായ്മകൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ. നവമാധ്യമങ്ങളുടെ വിനിമയ സാധ്യതകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണമാണ് തയ്യാറാക്കേണ്ടത്. ആദ്യം സദസ്സിനെ സംബോധന ചെയ്യണം. തുടർന്ന് താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റുകൾക്കനുസരിച്ചുള്ള പോയിന്റുകൾ കണ്ടെത്തി നമുക്ക് പ്രഭാഷണം നടത്താം. ഇന്നത്തെ കാലഘട്ടത്തിൽ വിവരസാങ്കേതിക വിദ്യ അതിവേഗം വികസിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയ, ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ വാർത്താമാധ്യമങ്ങൾ തുടങ്ങി അനേകം നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നു. ഇവയുടെ വിനിമയ സാധ്യതകൾ അതുല്യവും സമകാലിക സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും മാറ്റത്തിനും വഴിയൊരുക്കുന്നതുമാണ്. ഏറ്റവും വേഗത്തിൽ വിവരങ്ങൾ കൈമാറാനുള്ള വഴിയാണ് നവമാധ്യമങ്ങൾ നൽകുന്നത്. നിമിഷ നേരം കൊണ്ട് ലോകത്തിൻ്റെ ഏതു ഭാഗത്തേക്കും വാർത്തകളും അറിവുകളും എത്തിക്കുന്നു. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അവരുടെ മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഇന്ന് നവമാധ്യമങ്ങൾ. സർക്കാർ പ്രഖ്യാപനങ്ങൾ, ആരോഗ്യ മുന്നറിയിപ്പുകൾ, പൊതു പ്രാധാന്യമുള്ള അറിയിപ്പുകൾ തുടങ്ങിയവ സാധാരണ ജനങ്ങളിലേക്ക് ഉടൻ എത്തിക്കാനും ഇന്ന് ഇവ കൂടിയേ തീരൂ. നവമാധ്യമങ്ങൾ പുതിയ സംരംഭങ്ങൾക്ക് വഴി തെളിയിച്ചിരിക്കുന്നു. ചെറുകിട വ്യവസായികളും വീട്ടമ്മമാരും സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ മേഖലകൾ നവമാധ്യമങ്ങളുടെ ശക്തിയിൽ വളരുന്നു. കൂടാതെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും സ്വയം തൊഴിൽ സാധ്യതകളും സൃഷ്ടിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങളും അടിയന്തര സാഹചര്യങ്ങളും നേരിടാൻ നവമാധ്യമങ്ങൾ നിർണായകമാണ്. വെള്ളപ്പൊക്കം, ഭൂകമ്പം, കൊടുങ്കാറ്റ് എന്നീ പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കുന്നിടത്ത് രക്ഷാപ്രവർത്തന സംഘങ്ങൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ദുരന്തബാധിതരെ കണ്ടെത്താനും സഹായിക്കാനും സോഷ്യൽ മീഡിയ സഹായിക്കുന്നു. വിവിധ കൂട്ടായ്മകൾ ഓൺലൈൻ വഴിയുള്ള ചർച്ചയിലൂടെ അടിയന്തര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. രോഗബാധിതർക്കും ദുരന്തബാധിതർക്കും സഹായം ശേഖരിക്കാൻ നവമാധ്യമങ്ങൾ വലിയ സംഭാവന ചെയ്യുന്നു. ധനശേഖരണം, രക്തദാന ക്യാമ്പുകൾ, വിദ്യാഭ്യാസ സഹായങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ വഴി വിജയകരമായി നടക്കുന്നു. ക്രൗഡ് ഫണ്ടിംഗ് പോലുള്ള രീതികൾ സമൂഹത്തിലെ സഹജീവിത ബോധം ശക്തിപ്പെടുത്തുന്നു. സംസ്കാരവും കലയും പ്രചരിപ്പിക്കുന്നതിലും ഇന്ന് സോഷ്യൽ മീഡിയ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. പല സാമൂഹിക പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടാനും ജനകീയ അഭിപ്രായം ആരായാനുമുള്ള വേദി കൂടിയാണ് ഇന്ന് നവമാധ്യമങ്ങൾ.
രാജ്യാന്തര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും നവമാധ്യമങ്ങൾ വഴിയൊരുക്കുന്നു. നവമാധ്യമങ്ങൾ വെറും വിനോദത്തിനുള്ള വേദികളല്ല, മറിച്ച് വിവരങ്ങൾ പങ്കിടാനും സംരംഭങ്ങൾ വളർത്താനും ദുരന്ത സാഹചര്യങ്ങളിൽ കൂട്ടായ്മ സൃഷ്ടിക്കാനും കാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന ശക്തമായ വേദിയാണ്. നമ്മൾ അവയെ വിവേകത്തോടും ഉത്തരവാദിത്തപരമായും ഉപയോഗിച്ചാൽ നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കും. തുടർന്ന് സദസ്സിന് നന്ദി, നമസ്കാരം അറിയിച്ചതിന് ശേഷം പ്രഭാഷണം അവസാനിപ്പിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം: ഏതു മനുഷ്യനും വാർത്ത അറിയുന്നതിന് മാത്രമല്ല വാർത്ത നൽകുന്നതിനും പത്രത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് ലോകത്തെ നമ്മുടെ മടിയിലെത്തിക്കുമ്പോൾ നമ്മുടെ അകായിലെ സംഭവത്തെ ലോകത്തിൻ്റെ മുമ്പിലും എത്തിക്കുന്നു. പത്രത്തെ എതിർക്കേണ്ടി വന്നാൽ ആ എതിർപ്പിന് പോലും പ്രചാരം വേണമെങ്കിൽ പത്രത്തെ തന്നെ ആശ്രയിക്കണം. പത്രങ്ങൾ സൂര്യനു ചുവടെയും മേലെയുമുള്ള എല്ലാറ്റിനെയും പറ്റി വൃത്താന്തങ്ങൾ തരുന്നുവെന്ന് മാത്രമല്ല, അവയെ വിമർശിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്രത്തോളം പത്രങ്ങൾ വിമർശിക്കപ്പെടുന്നില്ല. നവയാത്രകൾ, സുകുമാർ അഴീക്കോട്. മൊബൈൽ, SMS, സന്ദേശങ്ങൾ വിനിമയ ഭാഷയെ മാറ്റി ട്രോളുകൾ നമ്മുടെ കാർട്ടൂണുകളെ അഴിച്ചുപണിതു. സമൂഹ മാധ്യമങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അതിലെ വൈവിധ്യവും ജനാധിപത്യവും തർക്കങ്ങൾക്കുള്ള നിരന്തര സാധ്യതകളുമാണ്. സിനിമാ ടിക്കറ്റ്, പ്രമേയങ്ങൾ, വ്യക്തികൾ, ചിത്രങ്ങൾ. CS വെങ്കടേശ്വരൻ. സൂചനകളും പാഠഭാഗവും സമകാലിക മാധ്യമ ഇടപെടലുകളും പരിഗണിച്ച് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക. ഡിബേറ്റ് സംഘടിപ്പിക്കാനാണ്. ഇതിനായി കുട്ടികളെ 2 ഗ്രൂപ്പായി തിരിക്കണം. ഒരു വിഭാഗം കുട്ടികൾ അനുകൂലിക്കുന്നവരും, അതായത് മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് അനുകൂലിക്കുകയും മറ്റൊരു കൂട്ടർ ഇതിനെ എതിർക്കുന്നവരുമായിരിക്കണം. അപ്പോൾ ഇതിന് ഇടയിൽ ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ മോഡറേറ്റർ കൂടി ആവശ്യമാണ്. വിഷയം: മാധ്യമങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നുണ്ടോ? അനുകൂലിക്കുന്നവർക്ക് ഈ പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്താവുന്നതാണ്. വിവരാവകാശം ഉറപ്പാക്കുന്നു, പൗരപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു, അധികാര ദുരുപയോഗം, അഴിമതി തുടങ്ങിയവ വെളിച്ചത്ത് കൊണ്ടുവരുന്നു, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക വിഷയങ്ങളിൽ പലവിധ അഭിപ്രായങ്ങൾ സമൂഹത്തിന് മുന്നിൽ എത്തിക്കപ്പെടുന്നു, അവഗണിക്കപ്പെട്ടവരുടെ ശബ്ദമാകുന്നു. ഇത്രയും അനുകൂലിക്കുന്നവർക്ക് ഉൾപ്പെടുത്താവുന്ന പോയിന്റുകളാണ്. ഇനി ഇതിനെ എതിർക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ: പക്ഷപാതിത്വം. ചില മാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെയോ കോർപ്പറേറ്റുകളുടെയോ പ്രചാരണ യന്ത്രങ്ങളായി മാറുന്നു. തെറ്റായ വിവരപ്രചരണം, ഫേക്ക് ന്യൂസ്. വിനോദവൽക്കരണം. പ്രധാനപ്പെട്ട വിഷയങ്ങളെ അവഗണിച്ച് വാർത്തകളെ വിനോദമായി മാറ്റുന്നു. ജനാഭിപ്രായം നിയന്ത്രിക്കൽ. മാധ്യമങ്ങൾ ചിലപ്പോൾ ജനങ്ങളെ നിർദ്ദേശിച്ച രീതിയിൽ ചിന്തിപ്പിക്കാനും സ്വാധീനിക്കാനും ശ്രമിക്കുന്നു. സ്വതന്ത്ര അഭിപ്രായങ്ങൾക്ക് തടസ്സം. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾക്ക് എല്ലായിടത്തും അവസരം ലഭിക്കണമെന്നില്ല. ഈ പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിബേറ്റ് സംഘടിപ്പിക്കാവുന്നതാണ്. ഇതിനെല്ലാം ശേഷം മോഡറേറ്റർ സൂചനകളെ അടിസ്ഥാനമാക്കി ഈ വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പോയിന്റുകളൊക്കെ ക്രോഡീകരിക്കുകയും ആവാം. അടുത്ത ചോദ്യം: അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് എത്തുമ്പോൾ മാധ്യമ ഭാഷയിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്യുക. കണ്ടെത്തലുകൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. പത്രഭാഷ വിവരണാത്മകമാണ്. പത്രങ്ങളിൽ വസ്തുതകൾ വിശദമായി അവതരിപ്പിക്കുന്നു. സ്ഥലം, തലക്കെട്ട്, അലൈൻമെൻറ്റ്, അക്ഷരങ്ങളുടെ വലിപ്പം എന്നിങ്ങനെ പത്രവാർത്തകൾക്ക് നിയതമായ രൂപഘടനയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ വാർത്താ കാർഡുകൾ ചുരുങ്ങിയ വാക്കുകളിൽ വിശാലമായ ആശയം അവതരിപ്പിക്കുന്നു. അവയിലെ ചിത്രങ്ങൾ, കാരിക്കേച്ചറുകൾ എന്നിവ ആശയ സംവേദനം എളുപ്പമാക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഗതമായ സന്ദേശങ്ങൾ അയക്കുന്നതിന് വളരെ കുറച്ച് വാക്കുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വിവിധ ഭാഷകൾ ഇടകലർത്തി എഴുതുന്ന രീതിയും അവിടെ സ്വീകാര്യമാണ്. കൂടാതെ ആശയ സംവേദനത്തിന് അനുയോജ്യമായ ഇമോജികൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നുമുണ്ട്. കവിതയുടെ ആശയം ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. അതോടൊപ്പം പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളും ശ്രദ്ധിക്കുമല്ലോ. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.